വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇതൊരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഫ്രൈഡേ ഉച്ചയ്ക്ക് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീക്കെൻഡ് വ്ളോഗ് എന്ന് പറയാം. അപ്പം പിറ്റേ ദിവസം ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാനൊരു ബ്രൗണി ബേക്ക് ചെയ്യാൻ പോവാണ്. ബ്രൗണി എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രത്യേകതയുള്ള ബ്രൗണി, ഒരു ഹെൽത്തി ബ്രൗണി എന്ന് പറയാം. ഓട്സ് ബ്രൗണിയാണ് കേട്ടോ. ഒരു ഷുഗർലെസ് ഓട്സ് ബനാന ബ്രൗണിയാണ്. അപ്പം എന്താണ് ഈ ഷുഗർലെസ് എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ? ഞാൻ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കാറില്ലല്ലോ. ഇതിപ്പോൾ ആദ്യം ഞാനിതിൻ്റെ മെഷർമെൻറ്റ്സ് പറയാം കേട്ടോ, അല്ലെങ്കിൽ അത് അങ്ങ് പോവും. 1 കപ്പ് ഓട്സ് ആദ്യം ഒരു മിക്സിയിലോട്ട് ഇട്ടാൽ മതി, നമുക്കത് പൊടിച്ചെടുക്കാനാണ്. അപ്പം ആദ്യം 1 കപ്പ് ഓട്സ്, ഏത് ഓട്സ് ആയാലും സ്റ്റീൽ കട്ട് ഓട്സോ റോൾഡ് ഓട്സ്, ഇതിപ്പോൾ റോൾഡ് ഓട്സ് ആണ്, അത് 1 കപ്പ് ഇട്ടൊന്ന് പൊടിച്ചെടുത്തു. മിക്സിയിലെ അല്ലെങ്കിൽ ഫുഡ് പ്രോസസർ ഏതായാലും മതി, മിക്സിയുടെ ഒരു വലിയ ബ്ലെൻഡർ ജാർ എടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് 2 മുട്ടയിട്ടു. പിന്നെ നിങ്ങൾക്ക് റോബസ്റ്റ പഴമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറുപഴമോ, പാളയം കോടനല്ല, അല്ലാതെ ഏത്തപ്പഴമോ അല്ല, അല്ലാതെ ഏത് പഴമാണെങ്കിലും 2 പഴം ഇങ്ങനത്തെ ഇടുക. പിന്നെ ഞാനൊരു 1/2 ആപ്പിൾ ഇട്ടു കേട്ടോ. ഇതൊക്കെയാണ് ഇതിൻ്റെ മധുരം ചേർക്കുന്നില്ല എന്ന് പറഞ്ഞില്ല, ഇതൊക്കെയാണ് ഇതിനകത്ത് ഷുഗർ കണ്ടൻസ്. പിന്നെ ഇപ്പം ചേർക്കുന്നത് ഗ്രീക്ക് യോഗേർട്ടില്ലേ, അത് 1/4 കപ്പ്. മെഷറിംഗ് കപ്പിലാണ് എടുത്തത്, അല്ലെങ്കിൽ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. അത് 1/4 കപ്പ്, അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സിലാണെങ്കിൽ ഒരു 1/4 ഗ്ലാസ് ചേർക്കുക. പിന്നെ ഇപ്പം സിനമൺ പൗഡർ 1 ടീസ്പൂൺ ചേർത്തു. പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ വാനില എസൻസ്, ഇത്രയാണ് കേട്ടോ ചേർത്ത്. സിനമൺ പൗഡർ വിട്ടുപോകരുത്, അതാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ബാക്കി കേക്കിനൊക്കെ ചേർക്കുന്ന പോലെ വാനില എസൻസ്. ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ വേണ്ട. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സിയുടെ, നമ്മളല്ലാതെ ബീറ്ററൊന്നും വേണ്ട, മിക്സി തന്നെയാണ്, എല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു. പിന്നെ ബേക്കിംഗ് ട്രേ ലൈൻ ചെയ്ത് ഒരു ബേക്കിംഗ് ഷീറ്റ് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു ലേശം എണ്ണ ഒന്ന്, ഒരു ഡ്രോപ്പ് കേട്ടോ, കാരണം ഇതിനകത്ത് ഓയിലൊന്നും ഈ കേക്കിനില്ല, അത് ശ്രദ്ധിച്ച് കാണുമല്ലോ, വേറെ എണ്ണയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുത്തു. ഒരു ലെയർ ഒന്ന് ഈ ഓട്സ് ബാറ്റർ ഇട്ടിട്ട്, ഇപ്പം ഞാൻ ഈ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇല്ലേ, ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ ചുമ്മാ, നമ്മൾ വേറെ മധുരമൊന്നുമില്ല, ടേസ്റ്റിന് വേണ്ടി ഇവിടെ ഒരു ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അത് ചുമ്മാ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. നിങ്ങളിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ഫ്ലേക്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും, കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും ചുമ്മാ ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക, നിർബന്ധമൊന്നുമില്ല, വെറുതെ ഇടുന്നു. പിന്നെ അതിൻ്റെ പുറത്തൂടെ ബാക്കി ആ ഒരു ലെയർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഇടുമ്പം ഒരു ഇച്ചിരി മധുരം അതിൻ്റേതായ ഒരു കുറച്ച് മധുരം വരും. ആ ഡാർക്ക് ചോക്ലേറ്റ് ആണ്, അതിന് വലിയ മധുരം ഇല്ല, അതിൻ്റെ ഒരു കുറച്ച് മധുരം. പിന്നെ ഇപ്പോഴാണ് ഞാൻ മധുരത്തിന് വേണ്ടി എന്തെങ്കിലും, ആ പഴത്തിൻ്റെ ആപ്പിളിൻ്റെ മധുരം ഉണ്ട്, ഇപ്പം ഞാൻ കുറച്ചൊന്ന് ഹണി മുകളിൽ, എല്ലാത്തിൻ്റെ മുകളിലാണ്, കേക്കിൻ്റെ ബാറ്ററിൽ മിക്സ് ചെയ്തിട്ടില്ല, മുകളിലൊന്ന് ഡ്രിസിൽ ചെയ്യുകയാണ്. അപ്പം ആ ഒരു കഴിക്കുമ്പോൾ ഒരു വേറൊരു ടേസ്റ്റ്. കേക്കിൻ്റെ ബാറ്ററിൽ ചേർക്കുന്നെങ്കിൽ അത് വേറെ ടേസ്റ്റാണ്, ഇത് വേറെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതെന്ന് പറയുന്നത് ആൽമണ്ട് ഫ്ലേക്സ് ആണ്. വേണമെങ്കിൽ ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ് ഈ ആൽമണ്ട് ഫ്ലേക്സ്. ഷോപ്പിൽ പോയാലും ഈ കേക്ക് ബേക്കിംഗ് ആക്സസറീസ് കിട്ടുന്ന ഷോപ്പിലും കിട്ടും, ഓൺലൈനിലും കിട്ടും. ഞാനിതിപ്പം ടാഗ് ചെയ്യാം, വേണമെങ്കിൽ ടാഗ് ചെയ്യാം. ആൽമണ്ട് ഫ്ലേക്സ് നമുക്കൊരു ഹെൽത്തി വേർഷൻ, നമുക്ക് നട്ട്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലതല്ലേ, അപ്പം ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് ഇടുന്നതാണ് കുറച്ചുകൂടെ രസം, അതുകൊണ്ട് ആൽമണ്ട് ഫ്ലേക്സ് ഇട്ടു. അപ്പം നല്ലൊരു ഹെൽത്തി കേക്കാണ് കേട്ടോ, ഇങ്ങനെ ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുമ്പം കഴിക്കാൻ പറ്റിയൊരു കേക്കാണ്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് ഓവനിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 30 മിനിറ്റ്സ് ആണ്, 35 മിനിറ്റ്സ് നിങ്ങളുടെ ഓവൻ ഇതല്ലെങ്കിൽ സ്റ്റൗ ടോപ്പിലും വെക്കാം കേട്ടോ. സാധാരണ നിങ്ങൾ സ്റ്റൗവിൽ എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ സ്റ്റൗവിൽ വെച്ചും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റേതായ ചൂടിൽ വെച്ച് ബേക്ക് ചെയ്യുക. പിന്നെ തണുക്കാനായിട്ട് വെച്ചു. ഞാനിതിപ്പം ഈ ഹെൽത്തി വേർഷൻ ഓഫ് കേക്ക് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 2 ആഴ്ചയുടെ ഡയറ്റാണ്. നിങ്ങൾക്ക് എന്നെ കാണുമ്പം വണ്ണം വെച്ചിരിക്കുന്നതായിട്ട് മനസ്സിലാവുമല്ലോ. വണ്ണം വെച്ചിരിക്കുന്ന ഒരു തെറ്റായെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കങ്ങനെ ബോഡി ഷേമിങ്ങിന് അഗൻസ്റ്റാണ് ഞാൻ. എനിക്കങ്ങനെ വണ്ണം വെച്ച് ആരെങ്കിലും എന്നെ കളിയാക്കി എനിക്ക് നന്നായിട്ട് ഇറിറ്റേഷൻ വരാറുണ്ട്, അതിനെന്താ എന്ന് തിരിച്ചു ചോദിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഞാൻ ഡാൻസ് ഒക്കെ കളിക്കുന്നത്, അപ്പോൾ എൻ്റെ മുട്ട് പ്രശ്നം, എന്നോട് ആ ഓർത്തോ ഡോക്ടർ എപ്പോഴും പറയുന്നത് വെയിറ്റ് കുറയ്ക്കാനാണ്, മുട്ടുവേദന കാരണം. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാനൊന്ന് വെയിറ്റ് കുറയ്ക്കുകയാണ്. 2 ആഴ്ചയുടെ ഡയറ്റ് ചെയ്യുന്നുണ്ട്, കാലറി ഡെഫിസിറ്റ് ഡയറ്റ് നോക്കി, കാരണം നമ്മളൊരു കാലറി കുറച്ചാൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയുള്ളൂ. ഇച്ചിരി ഒന്ന് കാലറീസ് കൺട്രോൾ ചെയ്ത് കഴിക്കുകയാണ്. അപ്പം ഇടയ്ക്ക് ഷുഗർ ക്രേവിങ്സ് വരുമ്പം അതിന് വേണ്ടിയിട്ട്, കാരണം ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനകത്ത് ഇടയ്ക്ക് ആ ചോക്ലേറ്റ് ഇട്ടതോടെ ഞാൻ ഇടയ്ക്ക് അതാണ് തൊട്ട് കാണിച്ച്, ആ നടുക്കാത്ത ലെയർ മാത്രം ആ ചോക്ലേറ്റ് ഭയങ്കര
എനിക്ക് കഴിച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിൽ നമ്മൾ അയ്യേ ഇതെന്ത് ടേസ്റ്റാന്ന് വിചാരിക്കുക, കഴിച്ചു നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ച പോലല്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ ബ്രൗണിയുടെ ടെക്സ്ചറാണ്, കേക്കിൻ്റെ ടെക്സ്ചർ അല്ല. അതാണ് ഈ ഓട്സ് ബ്രൗണി എന്ന് തന്നെ പറഞ്ഞ്. കേക്കിൻ്റെ പോലെ ഫ്ലഫി ആയിരിക്കത്തില്ല. വേണമെങ്കിൽ നമ്മൾ ഓട്സ് ബനാന ബ്രെഡ് എന്ന് പറയാനും പറ്റും, അല്ലെങ്കിൽ ബ്രൗണി എന്ന് പറയുമ്പോൾ ട്രൈ ചെയ്യുക. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ, അത് ഡെഫിനറ്റ് ആണ്. ഇത് ഒരു 2 ദിവസം പോലും അവിടെ നിന്നില്ലാതെ തീർന്നു പോയി. മുരളിയേട്ടനും ഞാനും കൂടെ കഴിച്ച് തീർത്തു. ഒരു ഡയറ്റ് നോക്കുമ്പോഴൊക്കെ കഴിക്കാൻ പറ്റിയൊരു കേക്കാണ്. ഇതിപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡേ ജോയ് ആലുക്കാസിൽ പോയതാണ്. എനിക്ക് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് കേട്ടോ, ഒരു ഡയമണ്ട് ഹാങ്ങിങ് എടുക്കണം എന്നുള്ളത്. അപ്പം ജോയ് ആലുക്കാസിൽ 7 to 23 നവംബർ 7 to 23 ഒരു ഡയമണ്ട് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. 12ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഡയമണ്ട്സ് ആണ് അവിടെ കൊണ്ടുവന്നിട്ട് അവർ സെയിൽ നടത്തുന്നത്. സെയിൽ എന്ന് പറഞ്ഞാൽ എന്താ സെയിൽ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എന്ത് ഡയമണ്ട് കൊണ്ടുപോയാലും ഇവിടെ ഈ സമയത്ത് നമുക്ക് വേറെ ഷോപ്പിൽ നിന്നുള്ളതും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. സാധാരണ അവരവരുടെ ഷോപ്പിൽ നിന്നുള്ളത് ഇവർ എക്സ്ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഈ സമയത്ത് നിങ്ങൾക്ക് വേറെ ഷോപ്പിൽ നിന്നുള്ളത് കൊണ്ടുവന്നാലും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ മാറ്റാനുള്ളത് ഗോൾഡൊക്കെ ഉണ്ടെങ്കിൽ 23 വരെ ജോയ് ആലുക്കാസിൽ കൊണ്ടുവരുവാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിങ്ങനെ 2 എണ്ണം എടുത്തിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഏത് വേണം. ഒരെണ്ണം ഒരു ട്രഡീഷണൽ ഇത്, പക്ഷെ അങ്ങോട്ട് പച്ചയുള്ളതുകൊണ്ട് എനിക്കത് എല്ലാ ഡ്രസ്സിനും കൂടെ ഇടാൻ പറ്റത്തില്ല. മറ്റേതാണെങ്കിൽ ഒരു കുറച്ചൊരു സ്റ്റൈലായി തോന്നി. അങ്ങനെ കുറേ നേരത്തെ കൺഫ്യൂഷൻ, 1 മണിക്കൂർ കൺഫ്യൂസ്ഡായിട്ട് അങ്ങനെ ഒരെണ്ണം എടുത്തു. ഇനി ഇത് വെറുതെ അവരുടെ പുതിയ കളക്ഷൻ ഞങ്ങൾ ഡയമണ്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് പോയത്. ഇത് വെറുതെ സെയിൽസ് ചേച്ചി ഇട്ട് കാണിച്ചാണ് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒന്നും അത് ഇടാറില്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അവരുടെ പുതിയ കളക്ഷൻസ്, ഒരു വളയും കൂടെ എടുത്തു കേട്ടോ. ഒരു ഡയമണ്ട്, ഒരു ചെറിയൊരു സ്റ്റോണുള്ള ഒരു വളയും കൂടെ എടുത്തു. ഒരു ഹാങ്ങിങ്ങും എടുത്തു കേട്ടോ. അത് ഞാൻ പിന്നെ എപ്പോഴേലും ഇടുമ്പം കാണിക്കാം. എന്താണെന്ന് എപ്പോഴേലും ഇടുമ്പോൾ കാണിക്കാം. 2 എടുത്തായിരുന്നു. ഹാങ്ങിങ്ങും എടുത്തു. ഒരു വള എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു വള. പിന്നെ ഇത് അവരുടെ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ്. വെഡ്ഡിങ്ങും കല്യാണ പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റിയ. അപ്പോൾ അവർ ഒന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി എൻ്റെ ഇടിച്ചതാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്, എന്ത് രസമാണ് അല്ലേ ഡയമണ്ട് ആ ഒരു പീസൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു യാർഡ് റെസ്റ്റോറൻറ്റിൽ ലഞ്ച് കഴിക്കാൻ പോയതാണ് കേട്ടോ. ഒരു ഈ യൂട്യൂബിലൊക്കെ വീഡിയോ കാണത്തില്ലേ, ഫുഡ് വ്ളോഗേഴ്സൊക്കെ, അങ്ങനെ കണ്ടിട്ട് പോയതാണ്. ഫുഡൊക്കെ ടേസ്റ്റി ആയിരുന്നു. പക്ഷെ എനിക്ക് അവിടുത്തെ സർവീസ് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവിടെ ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ നിന്നുള്ള ആളുകളെയാണ് ഫുള്ളായിട്ട് നിർത്തിയേക്കുന്നത്. അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. നമ്മൾ പറയുന്ന ഒന്നും അവർക്ക് മനസ്സിലാവത്തില്ല. അവിടെ മെനുവിൽ എഴുതിയേക്കുന്ന ഒരു ഡിഷ്, ഒരു ചിക്കൻ്റെ ഒരു ഡിഷ്, ബോൺലെസ് ആണോ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പോലും അവർ ഇല്ല ഇവിടെ ബോൺലെസ് ഒന്നും ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഫുഡ് ടേസ്റ്റിനോട് നമ്മൾ കഴിച്ചിട്ട് വന്നു, ഇനിയും പോകാതിരുന്നാൽ മതിയല്ലോ. അത് കഴിഞ്ഞ് ഞങ്ങൾ മുരളിയുടെ വീട്ടിൽ വന്നു. അവിടെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്നു. പെട്ടെന്ന് എൻ്റെ ഒച്ചയ്ക്ക് എന്തോ പറ്റി. ഇത് കണ്ടോ, ഇത് അച്ഛൻ പണ്ടോട്ടെ അച്ഛന് വലിയ ഇഷ്ടമാണ്. അച്ഛനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. ഈ കുടയാണ് എനിക്ക് നല്ല രസമായിട്ട് തോന്നിയത്. അച്ഛൻ ഇതുപോലെ പണ്ട് നന്ദൂനൊക്കെ ഞങ്ങൾ നാട്ടിലോട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നേ. ഈ ഓല വെച്ചിട്ട് ഓലപ്പന്ത് ഇതൊക്കെ അച്ഛൻ പറയുന്ന അച്ഛൻ അന്ന് ഞങ്ങൾ ചെന്നപ്പോൾ ഇതേപോലെ എനിക്കിത് കേട്ടുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടം. അച്ഛൻ പഴയ കഥകളൊക്കെ പറയും. സ്കൂളിൽ അച്ഛനൊരു പീരീഡ് ഉണ്ടായിരുന്നു ഇതൊക്കെ പഠിപ്പിക്കുന്നേ. അങ്ങനെ അതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. കമൻറ്റ് ചെയ്യാം. ബൈ.